ഇന്നവും വല്ലവും പറയാൻ വന്നാൽ ഞാൻ അവനെ മര്യാദ പഠിപ്പിക്കും. ലൗലിക്ക് എന്ത് വേണം? ഞാൻ ബെന്നിയുടെ കൂടെ നടക്കുന്നതിന് അവനെന്താ? മറ്റുള്ള ഗേൾസിനോട് കളിക്കുന്നത് പോലെ ലൗലിയോട് വേണ്ട. ഓക്കെ ബൈ. പെങ്ങൾ ഇന്ന് ഇത്തിരി ഗമയിലാണല്ലോടാ. അവനെ കൊള്ളരാത്തോണ്ടാ. ആമ്പിള്ളേടെ കിട്ടിയാൽ ഗമയൊക്കെ അങ്ങ് തീരും. അവനും മോശമല്ല, ഷേപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ചോദിക്കാത്തോണ്ടാന്നുള്ള പരാതി വേണ്ട. ചോദിക്കാത്തോണ്ടാ പ്രേമിക്കാത്തതും വേണ്ട. ആ നിങ്ങളെ ഒന്ന് നിൽക്കണേ. എന്തു വേണം? അല്ല, ഗൗരവം കാണിച്ചപ്പോ കൊള്ളാമല്ലോ. I don't know what happened to Gomez. Oh, see that? That's our boat, don't you think? Ah, that's the one. That's the one. Darling, I hope we can buy one more boat by next year, isn't it? Oh, sure. Isn't it lovely? Oh. ഗുഡ് ആഫ്റ്റർനൂൺ. Hello. Good afternoon. എങ്ങനെയുണ്ട് കാച്ച്? ഓ തിരക്കേടില്ല, പതിവില്ലാത്ത വരവല്ലേ, ഒരു സമ്മാനം തന്നേക്കാം. ഓ, for me? നോ നോ. Thank you. Oh, so big. Oh, wonderful. ഇതെങ്ങനെ കിട്ടി? എന്റെ മുതലാളിമാർ വരുമെന്ന് കടലമ്മയ്ക്ക് I see, അറിയാമായിരുന്നു. it's lovely. എങ്കിൽ ഗോമസ് തന്നെ ഇതെടുത്തോളൂ. താനാ ഇപ്പോൾ ബോട്ടിന്റെ മുതലാളി. Gomez, that's nice, man. Sure. Wonderful. ഗോമസ്, ഹൗ ഈസ് യുവർ ഹെൽത്ത്? ചെറിയൊരു കോൾഡ്. Gomez, സുഖമില്ലാതെ എന്തിനാ ബോട്ടിൽ പോയത്? At least you can take 2 days rest. What is there? നല്ല കാച്ചിങ് ഉള്ള സമയമാണ്. ഞാൻ പോയില്ലെങ്കിൽ പകുതി മീൻ പോലും I കരക്കത്തില്ല. see. അത് ഞാൻ സഹിച്ചോളാം. താൻ ചത്ത് മീൻ പിടിച്ചുള്ള ലാഭം എനിക്ക് വേണ്ട. കച്ചവടക്കാർ കുഴപ്പമുണ്ടാക്കും. ഓക്കെ. ആ ഗോമസ്, ഒരു കാര്യം, ലുക്ക് ആഫ്റ്റർ യുവർ ഹെൽത്ത്. ഓക്കെ, താങ്ക് യു. Darling, let's make a move. What nonsense! Can't help me. പണിസായിപ്പന്റെ ഒരു കാക്കയിരിക്കണം. കൊടാ കൊട്ടാ. മോർണിംഗ് ആവുമ്പോ ഹൗസിൽ നിന്ന് കുറെ ഓപ്പൺ ചെയ്ത് വിടും. പാദേശില്ലാത്തവന്മാരെ ഇന്നൊക്കെ ഷൂട്ട് ചെയ്ത് കളയും. Irene, look here. Life എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ്. എന്റെ ഗിറ്റാറിന് റിപ്പയർ ചെയ്യിക്കാനാ. 50 rupees. That's too much, my son. Irene, don't. മോനെ, ഡാഡിയുടെ പേഴ്സിൽ പൈസയുണ്ട്. എന്റെ മോൻ ആവശ്യമുള്ള എടുത്തു. താങ്ക് യു ഡാഡി. നിങ്ങൾ ഈ കുട്ടികളെ ചീത്തയാക്കും. Definitely you will spoil them. ഡോണ്ട് വറി, നമ്മുടെ കുട്ടികൾ സന്തോഷമായി വളരട്ടെ. ഇരിക്കും ബെന്നി. ഇന്നെന്താ രണ്ടുപേരും ഒരുമിച്ച്? ഒരു ടൈപ്പിന് പോയില്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബെന്നിയോട് വന്നിരുന്നു. ലൗലി ടൈപ്പ് റൈറ്റിംഗ് ഇതുവരെ പഠിച്ചു എന്നറിയണ്ടേ? കുറച്ചു നാളുകൂടി കഴിഞ്ഞാൽ ബെന്നി തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടി വരും. മോളെ, ബെന്നിയെ വിളിച്ച് കാപ്പി കൊടുത്തു. താങ്ക്സ്. ഇപ്പൊ എനിക്ക് കോഫി വേണ്ട. നോ നോ, ഓൺലി കോഫി ഫോർ യു. only coffee for me. Coffee to your me. Come, Benny. അവളുടെ ചൈൽഡിഷ്നസ് ഇതുവരെ മാറിയിട്ടില്ല. ആരാടോ തന്റെ സിസ്റ്റർ? സിസ്റ്റർ തന്നെയാ വിളിച്ചത്. സിസ്റ്റർ? ഞാനെന്താ നേഴ്സാണോ അതോ കന്യാസ്ത്രീയോ? സോറി, ഇനി എങ്ങനെ വിളിക്കില്ല. ആ, തനിക്ക് എന്താ വേണ്ടേ? ഒരു കോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊക്കും കാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് കൊക്കല്ല, കോഴിയാണ്. എടാ പൊട്ടാ, അങ്ങോട്ട് ഇട്ടു കൊടുക്ക്. അങ്ങോട്ടിട്. ആ, തനിക്കിന് എന്തോ വേണം? ഡോണ്ട് വാണ്ട് പൈസ,
ഞങ്ങളിത് ഡ്രിങ്ക് കഴിച്ചു വിട്ടാ മതി. ആഹാ, വേറെ ഒന്നും ചെയ്യണ്ടേ? നിന്നെയൊക്കെ പിടിച്ച് ഡ്രിങ്ക് കഴിച്ചുവിടാൻ വേറെ പെണ്ണുങ്ങൾ കാണും. ചവിട്ട് മേടിക്കണ്ടെങ്കിൽ കോഴിയത്തോട് പൊയ്ക്കോ അവിടുന്ന്. എടുത്തോണ്ട് പോടാ അവിടുന്ന്. കല്യാണി, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഞങ്ങൾക്ക് കുറച്ച് അരാക്ക് മതി, അതായത് ചാരായം. ഓ, അത് ശരി. തന്റെ ഈ മുറി ഇംഗ്ലീഷ് കല്യാണിക്ക് മനസ്സിലാവണ്ടേ? വാ, ചാരായം തരാം. എടാ പൊട്ടാ, കോഴിയെടുത്തോ. നമുക്കൊന്ന് ചൂടാക്കാണ്. മോളെ റീത്തെ, ഇന്നലെ വൈകിട്ട് കോഴിയെ പിടിച്ചിട്ടപ്പോ നീ എണ്ണി നോക്കിയായിരുന്നാ? എന്താ മമ്മി? നമ്മുടെ പൂവിനെ കാണാനില്ല കേട്ടാ. ഇന്ന് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ആ, എന്തായാലും തീറ്റി കൊടുക്കാൻ വിളിച്ചപ്പോ കാണാനില്ല കേട്ടാ. അതൊരു വായി നോക്കി കോഴിയാ, അതിലെത്തെങ്ങാനും കാണും. ആ സണ്ണി തട്ടിക്കൊണ്ട് പോയെന്നാണ് കേട്ടാ എനിക്ക് പേടി. സണ്ണിയായിട്ട് നമ്മുടെ കോഴി പിടിക്കത്തില്ല. മമ്മി വിഷമിക്കണ്ട, അവൻ ഇങ്ങ് വരും. സൈക്കിൾ ഇതുവരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ, ദേ ഫിനിഷ് ചെയ്തിരിക്കുന്നല്ലോ. ഇനി ക്ലീനിങ് ചാർജ് തന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. ഓ കയ്യോടെ തന്നേക്കാം. അങ്കിളുടെ കാറ് വന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്കിളുടെ കാറാണെന്ന്. എനിക്ക് ഹോൺ കട്ടിൽ അറിയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബെന്നി, വേഗം ചൊല്ലൂ. ലവ്ലി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഓ മൈ ഗോഡ്, ലവ്ലി ഇന്നെ കൊല്ലും. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. മോക്ക് ഇന്ന് ക്ലാസ്സില്ലേ? ഇന്ന് ഉച്ച മുതൽ ക്ലാസ് ഉള്ളൂ. അങ്കിൾ, ഈവനിങ് എഡ്ഡി ഇവിടെ വരാൻ പറയണം. പറയാം. ഗോമസ് എവിടെ? ബോട്ടിൽ പോയിരിക്കാണ്. വൈ? ഹി ഈസ് നോട്ട് വെൽ. 2 ദിവസം വിശ്രമിക്കായിരുന്നില്ലേ? ഞാനും പറഞ്ഞു നോക്കി കേട്ടാ. ബെന്നിക്കൊരു ജോലി കിട്ടിയിട്ടേ വിശ്രമിക്കുള്ളെന്നാണ് വാശി. ബെന്നിക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആവും. എന്റെ ലവ്ലിയെ ബെന്നിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ then I am free. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അല്പം ബിസിയാണ്. ഗോമസിന്റെ വിവരം അന്വേഷിക്കാൻ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ഐ വിൽ കം ഇൻ ദി ഈവനിങ്. ഓക്കെ, ബൈ. ബൈ. നീ പോയി കോഴിയെ നോക്ക് പെണ്ണേ. ഓക്കെ മമ്മി. ഇതിനാണോ എന്നോട് വരാൻ പറഞ്ഞത്? 2 ദിവസമായില്ലേ എഡ്ഡി ഇവിടെ വന്നിട്ട്. അതിന്റെ ശിക്ഷയാണിത്. ഇക്കണക്കിന് 2 മാസം വരാതിരുന്ന നീ എന്നെ കൊന്നുകളയുമല്ലോ. അങ്കിളിനോട് പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എഡ്ഡി ഇവിടെ വരില്ലായിരുന്നു അല്ലേ? സമയമില്ലാഞ്ഞിട്ട് അറിയത്തെ. കോളേജിൽ നിന്ന് വന്നാലുടനെ ഗിറ്റാർ പഠിക്കാൻ പോണ്ടേ? ഗിറ്റാറിനോടുള്ള സ്നേഹം പോലും എന്നോട് എഡ്ഡിക്കില്ല. നീയും എന്റെ ഗിറ്റാർ ഒരേപോലെയാ. നാദസുഖം ഒട്ടുമില്ല. ഡാഡിയോട് പറഞ്ഞ് പുതിയൊരെണ്ണം മേടിക്കണം. പുതിയ ഗിറ്റാർ വാങ്ങുമ്പോൾ പഴയതങ്ങ് കളയുമോ? മറ്റാർക്കെങ്കിലും കൊടുക്കും. എന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? മണ്ടിപ്പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആട്ടെ, അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചെന്തിനാ? ഒന്ന് കാണാൻ. എന്നാ ഞാൻ പോട്ടെ. മമ്മിയെ കാണുന്നില്ലേ? അയ്യോ, ആന്റിയെ കണ്ടാ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല. നാളെ വരുമോ? വരണോ? ഉം.